ചിക്കനെയും കപ്പലണ്ടിയും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതാണ് കൂടുതൽ നല്ലത്? ചിക്കൻ കഴിക്കുന്നതാണോ കപ്പലണ്ടി കഴിക്കുന്നതാണോ പ്രോട്ടീനിന്റെ ഏറ്റവും നല്ല സോഴ്സ് എന്നൊക്കെ നോക്കി കഴിയുമ്പോൾ പൈസ മാത്രമല്ല ഷുഗർ ഭയങ്കര ഹൈ ആയിരുന്നു. അതായത് ഫാസ്റ്റിംഗ് ഷുഗർ തന്നെ ഒരു 300 മീതയും ഭക്ഷണം കഴിച്ചിട്ടുള്ള PPBS ഒരു 500 മീതയൊക്കെയാണ്. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, ഏത് മരുന്ന് കഴിച്ചാൽ ഇയാളുടെ ഷുഗർ കുറയാറില്ല. ഈ വ്യക്തിയാണെങ്കിൽ പ്രമേഹം ഉള്ളതുകൊണ്ട് തന്നെ മധുരം തീരെ തൊടാറുമില്ല. പക്ഷെ ഈ ദഹന പ്രവൃത്തി, അതായത് നമുക്കറിയാം, നമുക്ക് എന്ത് കഴിച്ചാലും ഗ്യാസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് വരിക. ഇന്ന് എൻ്റെ അടുക്കൽ വന്ന ഒരു ഹൃദ്രോഗി, ആളുടെ ഏതാണ്ടൊക്കെ രക്തക്കുഴലൊക്കെ ബ്ലോക്കാണ്. 100 പലതും റൈറ്റ് കൊറോണറി ആർട്ടറി എന്നൊക്കെ പറയുന്ന ആൻജിയോഗ്രാം പ്രകാരം 100% ബ്ലോക്കാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു രോഗമുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു കാരണമുണ്ട്. ഈ കാരണങ്ങളിലേക്ക് തപ്പിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ അമിതമായിട്ടുള്ള നട്ട്സിന്റെ ഉപയോഗമാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് കപ്പലണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പലണ്ടിയെ കുറിച്ച് ഞാൻ കുറച്ച് കാലമായിട്ട് എൻ്റെ പല രോഗികളെയും നമ്മൾ അസസ് ചെയ്ത് കഴിയുമ്പോൾ എന്തുകൊണ്ട് രോഗമുണ്ടായി എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലരുടെയും അമിതമായ കപ്പലണ്ടിയുടെ ഉപയോഗമാണ് ഈ രോഗത്തിലേക്ക് ലീഡ് ചെയ്തതെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കപ്പലണ്ടി നമ്മൾ അത്ര മോശമെന്ന് പറയാൻ പറ്റില്ല. അതേസമയം കപ്പലണ്ടിയുടെ ഗുണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ, എങ്ങനെയാണ് ഈ കപ്പലണ്ടി സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ പല രോഗങ്ങളും ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പലണ്ടിയെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നമുക്കൊരു സ്റ്റഡി ചെയ്ത് നോക്കാം. കമ്പയറിങ് ടു ഒരു കപ്പലണ്ടിയിൽ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ ചിക്കനിലും പ്രോട്ടീൻ ഉണ്ട്. ചിക്കനെയും കപ്പലണ്ടിയും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏതാണ് കൂടുതൽ നല്ലത്? ചിക്കൻ കഴിക്കുന്നതാണോ കപ്പലണ്ടി കഴിക്കുന്നതാണോ പ്രോട്ടീനിന്റെ ഏറ്റവും നല്ല സോഴ്സ് എന്നൊക്കെ നോക്കി കഴിയുമ്പോൾ ഒരു ചിക്കനിലെ ഒരു പ്രോട്ടീൻ, ഒരു 100 ഗ്രാം ചിക്കൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രോട്ടീൻ ശതമാനം 22 മുതൽ ഒരു 31% വരെ പ്രോട്ടീൻ ചിക്കനിൽ അടങ്ങിയിരിക്കുന്നത്. അതേസമയം 100 ഗ്രാം കപ്പലണ്ടിയിൽ ഒരു 25-26% പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പൊ നമുക്കറിയാം, 100 ഗ്രാം ചിക്കൻ എടുക്കുമ്പോൾ 31% വരെ പ്രോട്ടീൻ കിട്ടാനുള്ള സാധ്യത. അപ്പൊ അതായത് നമ്മുടെ പേശികളുടെ ശക്തിക്കൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത് ചിക്കൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇതിന്റെ കാലറിക് വാല്യൂ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ചിക്കനിലെ ഒരു 100 ഗ്രാം ചിക്കൻ കോഴി മാംസമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 120 മുതൽ 160 വരെയാണ് കാലറിക് വാല്യൂ എങ്കിൽ ഈ കപ്പലണ്ടിയിലേക്ക് വരുമ്പോൾ അത് 100 ഗ്രാം കപ്പലണ്ടിയിൽ ഒരു 550 ആ റേഞ്ചിലേക്കാണ് അതിൻ്റെ ഒരു കാലറിക് വാല്യൂ ഒക്കെ നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ചിക്കൻ ചിക്കൻ 1 മണിക്കൂർ കൊണ്ട് ദഹിക്കുന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ദഹിക്കാൻ 5-6 മണിക്കൂർ. കാലറിക് വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ദഹനശക്തി ഭയങ്കരമായിട്ട് കൂടുതൽ സമയം ദഹിക്കാനായിട്ട് വേണ്ടി വരും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാലത്ത് ഒരു 9 മണിക്ക് ഒരു പാക്കറ്റ് കപ്പലണ്ടി കഴിച്ചു നോക്കിയാൽ ഇത് ദഹിക്കാനായിട്ട് നമുക്ക് 4-5 മണിക്കൂർ വേണം. അതേസമയം ചിക്കൻ ഒരു 10 മണിക്ക് 9 മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ 1-2 മണിക്കൂർ കൊണ്ട് ദഹിച്ചു കഴിയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പൊ നമ്മൾ കപ്പലണ്ടി ഒരു പാക്കറ്റ് കഴിച്ച് അതിൻ്റെ ഇടയിൽ വീണ്ടും നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദഹനം പൂർണ്ണമായിട്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ഭക്ഷണം വരികയാണ്. അപ്പോൾ അതിന്റെ ദഹനം കൂടി ആരംഭിക്കും. അപ്പൊ രണ്ടും കൂടിയും ആ ദഹനത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുകയും ഇത് വ്യക്തികളിലെ പലവിധ രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. എനിക്ക് മുൻപ് ഒരു രോഗി വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പൈൽസിന്റെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഹെവി പൈൽസ് ആണ്. അപ്പൊ പൈൽസിന്റെ കാരണം നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ വ്യക്തി ഒരു ബസ് ഡ്രൈവറാണ്. ബസ് പല സ്ഥലങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലൊക്കെ നിൽക്കുമ്പോൾ ഈ കപ്പലണ്ടി വിൽക്കുന്ന ആൾക്കാർ ഓരോ പാക്കറ്റ് കപ്പലണ്ടി കഴിക്കും. ഈ കപ്പലണ്ടി കഴിക്കുന്ന വ്യക്തികളിൽ അപ്പൊ എനിക്കറിയാം കപ്പലണ്ടി കഴിച്ചാൽ ദഹിക്കില്ല, ദഹനക്കുറവാണ് ഒരു പരിധി വരെ പൈൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഈ വ്യക്തിയുടെ കപ്പലണ്ടി 2-3 പാക്കറ്റൊക്കെ പെർ ഡേ കഴിക്കും. ഈ വ്യക്തിയുടെ പൈൽസ് മാത്രമല്ല ഷുഗർ ഭയങ്കര ഹൈ ആയിരുന്നു. അതായത് ഫാസ്റ്റിംഗ് ഷുഗർ തന്നെ ഒരു 300 മീതയും ഭക്ഷണം കഴിച്ചിട്ടുള്ള PPBS ഒരു 500 മീതയൊക്കെയാണ്. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, ഏത് മരുന്ന് കഴിച്ചാൽ ഇയാളുടെ ഷുഗർ കുറയാറില്ല. ഈ വ്യക്തിയാണെങ്കിൽ പ്രമേഹം ഉള്ളതുകൊണ്ട് തന്നെ മധുരം തീരെ തൊടാറുമില്ല. പക്ഷെ അക്കോർഡിംഗ് ടു ആയുർവേദം നമ്മൾ മധുരത്തേക്കാൾ അപകടം ദഹന ശക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഭക്ഷണം ദഹിക്കാതിരിക്കുന്നതാണ് രോഗത്തിന് കാരണമാവുന്നത്. അപ്പൊ എനിക്കറിയാം ഈ കപ്പലണ്ടിയിൽ ഇപ്പൊ കാര്യമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് ദഹിക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ ഷുഗർ വർദ്ധിക്കും. അതുപോലെ തന്നെ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന അഡിനോയിഡ്, മൂക്കിൽ ഉണ്ടാകുന്ന ഒരു ദശ, അതൊക്കെ ഉണ്ടാകുന്ന കുട്ടികളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കപ്പലണ്ടി പോലെയുള്ള നട്ട്സ് അമിതമായിട്ട് കഴിക്കുന്നവരിൽ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഗ്രോത്തുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്ത്രീകളിൽ നോക്കണമെങ്കിൽ ഫൈബ്രോയിഡ് പോലെ ഇത്തരം മുഴകൾ ഉണ്ടാക്കാനായിട്ട് പലർക്കും ദഹിക്കുന്നില്ലെങ്കിൽ ചില വ്യക്തികൾക്കെങ്കിലും
ഇത് ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറെ പേർക്കെങ്കിലും ഇത് പ്രോപ്പറായിട്ട് കപ്പലണ്ടി പ്രോപ്പറായിട്ട് ദഹിക്കാത്തത് മൂലം ഷുഗർ ഡയബറ്റീസിന് കാരണമാകുന്നു. കൊച്ചുകുട്ടികളിലാണെങ്കിൽ അത് അഡിനോയിഡ് പോലെയുള്ള ഗ്രന്ഥി വളർച്ചയ്ക്ക് കാരണമാകുന്നു. പലപ്പോഴും ചില സ്ത്രീകളിലെങ്കിലും അമിതമായിട്ടുള്ള നട്സിന്റെ ഉപയോഗം അല്ലെങ്കിൽ കപ്പലണ്ടിയുടെ ഉപയോഗം മുഴകൾക്ക്, ഗർഭാശയ മുഴകൾക്കൊക്കെ കാരണമായിട്ട് തീരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കപ്പലണ്ടി എന്ന് പറയുന്നത് ഹൈ എനർജി സോഴ്സ് ആണ്. ഒരാൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, അയാളെ തടി വെപ്പിക്കണം അല്ലെങ്കിൽ അയാൾക്ക് ആരോഗ്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പലണ്ടി സ്ഥിരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ, ചെറിയ മിതമായ അളവിൽ കപ്പലണ്ടി കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അത് വളരെയധികം ഗുണം ചെയ്യും. അതേപോലെ തന്നെ ഒരു വ്യക്തിയിൽ ഈ ദഹന പ്രവൃത്തി, അതായത് നമുക്കറിയാം നമുക്ക് എന്ത് കഴിച്ചാലും ഗ്യാസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ട് വരിക, ഇത്തരം വ്യക്തികളിൽ കപ്പലണ്ടി കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇവർക്ക് പല രോഗങ്ങൾക്കും കാരണം. അപ്പൊ ഞാൻ പറയുമ്പോൾ ഇതിന്റെ ഒരു തമ്പനയിൽ കേട്ടുകൊണ്ട് നമ്മൾ ആരും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കപ്പലണ്ടി നല്ല ദഹനശക്തി ഉള്ളവർക്ക് കപ്പലണ്ടി എന്ന് പറയുന്നത് വളരെ നല്ല ഭക്ഷണമാണ്. അതേസമയം നമ്മൾ ഇന്നുള്ള മിക്കവർക്കും പലപ്പോഴും പ്രോപ്പറായിട്ട് ദഹിപ്പിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ദഹനശക്തി കുറവുള്ളവരാണ്. ഇത്തരക്കാർ കപ്പലണ്ടി സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നാണ് ഞാൻ ഇത്രയും സമയം കൊണ്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ദഹനശക്തി എങ്ങനെയാണ്? കപ്പലണ്ടി കഴിച്ചാൽ അടുത്ത ദിവസം ടോയ്ലറ്റിൽ പോകുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് ദഹിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ദഹിച്ചിട്ടില്ലെങ്കിൽ കപ്പലണ്ടി കോൺസ്റ്റിപ്പേഷന് കാരണമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹനശക്തി കുറവാണ്. കപ്പലണ്ടിയുടെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിന്റെ ഒരു സെൻസ് മനസ്സിലാക്കുക. കപ്പലണ്ടിയെ ഞാൻ മോശമായിട്ടൊന്നും പറയുന്നില്ല. കപ്പലണ്ടി ദഹിച്ചിട്ടില്ലെങ്കിൽ അത് ഡയബറ്റീസിനും ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാകുന്നതിനും അങ്ങനെ അമിതവണ്ണത്തിനും ഒക്കെ കാരണമായിട്ട് തീരുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.